നമ്മളുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് സർക്കാർ വിതരണം ചെയ്യുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഈ മാസം ഉണ്ടാവുകയില്ല. പകരം അത് ഡിസംബർ മാസം 2 ഗഡുക്കൾ ഒരുമിച്ച് ഒരു ക്രിസ്തുമസ് സഹായമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ആനുകൂല്യമായിട്ട് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. നവംബർ മാസം 6-ാം തീയതി ഒരു ഗഡു പെൻഷൻ നമുക്ക് ലഭിച്ചതാണ്. ഈ മാസം 25-ന് ശേഷം വീണ്ടും വിതരണം ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ നിലവിൽ ഇതൊരു വൈകിപ്പിച്ചു, അതായത് നവംബർ മാസവും വിതരണം ചെയ്തു എന്ന രീതിയിൽ 6-ാം തീയതി ഒരു ഗഡു പെൻഷൻ വിതരണം ചെയ്തു. അതുകൊണ്ട് നവംബറിലെ വിതരണം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പെൻഷൻ ഗഡുവും അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തെ വിതരണവും അത് ഡിസംബർ 25-ാം തീയതിക്ക് മുൻപ് ആനുകൂല്യം എല്ലാവർക്കും എത്തിച്ചേരുന്ന രീതിയിൽ പുനഃക്രമീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിട്ടുണ്ട്. 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹായത്തിന് അർഹതയുണ്ടായിരിക്കും. 26 ലക്ഷം വരുന്ന ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ 1600 രൂപ സഹായം നൽകുകയും ചെയ്യും. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അവരുടെ സംശയങ്ങൾ ചോദിച്ചിരുന്നു. നവംബർ മാസത്തെ, അതായത് നവംബർ മാസം വിതരണം ചെയ്യേണ്ടതായിട്ടുള്ള 1600 രൂപയുടെ വിതരണം എപ്പോഴാണ് എന്ന് ചോദിച്ച് കൃത്യമായിട്ട് ഇതിലൊരു മറുപടി നമുക്ക് ആദ്യ സമയത്ത് നൽകാൻ സാധിച്ചിരുന്നില്ല. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ, അതായത് 2024 മാർച്ച് മാസം മുതൽ എല്ലാ മാസവും നമുക്ക് പെൻഷൻ വിതരണം നടക്കുന്നുണ്ട്. അത് നവംബറിലെത്തിയപ്പോഴേക്കും നവംബർ 6-ാം തീയതി ഒരു പെൻഷൻ്റെ വിതരണം നടത്തി. അത് പക്ഷേ കുടിശ്ശിക ഒരു ഗഡുവാണ് എന്ന് സർക്കാർ പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നവംബർ മാസം വീണ്ടും വിതരണം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അത് പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. അതായത് നവംബർ മാസം അവസാനം വിതരണം ചെയ്യേണ്ട ഒരു ഗഡുവും ഡിസംബർ മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പെൻഷൻ തുകയും ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 3200 രൂപ പ്രത്യേകമായിട്ട് ഡിസംബറിൻ്റെ ആ ഒരു സമയത്ത്, അതായത് ക്രിസ്തുമസിൻ്റെതായ ആ ഒരു സമയത്ത്, ക്രിസ്തുമസ് പുതുവത്സരമൊക്കെ പ്രമാണിച്ച് ആനുകൂല്യം നേരത്തെ 2 ഗഡു ഒരുമിച്ച് അത് വലിയൊരു ആശ്വാസമായിട്ട് ഓണത്തിനൊക്കെ മുൻപ് വിതരണം ചെയ്ത രീതിയിൽ തന്നെ വലിയൊരു സഹായമായിട്ട് സാധാരണക്കാർക്ക് മാറുകയും ചെയ്യും. അപ്പോൾ വിതരണം 25-ാം തീയതിക്കൊക്കെ മുൻപ് പൂർത്തിയാകുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ക്രമീകരണങ്ങൾ വരുത്തുക. ഇനി അത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് ഈ പെൻഷൻ ആനുകൂല്യം ഇപ്പോൾ ലഭിക്കുന്നവർ, അതായത് 1600 രൂപ ലഭിക്കുന്നവർ ഇനി യാതൊരു നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതില്ല. മസ്റ്ററിങ് ചെയ്തവർ, അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട പുനർവിവാഹിതയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയവർ, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റൊക്കെ കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നുണ്ട്. ഇനി ആനുകൂല്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് മുടങ്ങിയവരുണ്ടെങ്കിൽ മാത്രമാണ് അവർ അവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടത്. അതായത് എന്ത് കാരണത്താൽ അവരുടെ സഹായം മുടങ്ങിയിട്ടുണ്ട് അത് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള വേണ്ട തിരുത്തലുകൾ വരുത്തിയ ശേഷം അവർക്കും ആനുകൂല്യം എത്തിച്ചേരുന്നതാണ്. മസ്റ്ററിങ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൂടി എത്രയും വേഗം പരിഹരിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കാരണം പെൻഷൻ നവംബർ അവസാനമുണ്ട് എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സൂചനകൾ ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയൊക്കെ ഒരുമിച്ച് വരുമ്പോൾ അതൊരു വലിയ സഹായം തന്നെയാണ്. ഇനി അത് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവർ, ആനുകൂല്യം 200 രൂപ, 300, 500 എന്നിങ്ങനെയൊക്കെ ലഭിക്കുന്നവരുണ്ട്. അവരിൽ മാസങ്ങളായിട്ട് ആനുകൂല്യം തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കാര്യങ്ങൾ അറിയിച്ചതാണ്, തുടർച്ചയായിട്ട് ആനുകൂല്യം തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് വരുത്തി വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുകയും വേണ്ട ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ എത്രയും വേഗം ചെയ്യുകയും വേണം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾക്ക്, ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക.